വരട്ടിയത്. ആവശ്യമുള്ള സാധനങ്ങൾ: 500 ഗ്രാം ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തത്, ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തെടുത്തത്, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 7-8 വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായിട്ട് ചതച്ചെടുത്തത്, പിന്നെ വേപ്പിൻ്റെ ഇല, പിന്നെ ഒരു ചെറിയ തക്കാളി ചോപ്പ് ചെയ്തെടുത്തത്. വലിയ തക്കാളി ആണെങ്കിൽ നമുക്ക് പകുതി മതി. ഇത്രയും വലിപ്പമുള്ള ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഈ കറിയിലേക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്: അരമുറി തേങ്ങ ചിരണ്ടിയെടുത്തത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന്, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ വേണം. പിന്നെ ഇതിലേക്ക് മസാല എടുത്തേക്കുന്നത്: പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 6 ഏലക്കായ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട എടുത്തിട്ടുണ്ട്, ഒരു 6 കറിയാമ്പൂ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് വറുക്കാം. നമുക്ക് മസാല വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ചീഞ്ഞിട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കണം. ചീഞ്ഞിട്ട് നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അധികം എണ്ണ വേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയും വേപ്പിൻ്റെ ഇല ഇടാം. നമുക്ക് ഇതിലേക്ക് മസാലയും കൂടി ഇട്ടിട്ട് ഈ തേങ്ങ ഒന്ന് ചുമന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർക്കാം. തേങ്ങ പതുക്കെ കളർ മാറി തുടങ്ങുമ്പോൾ നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വരും, അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും. തേങ്ങ ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ട് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് തേങ്ങ കരിയും. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. അപ്പോൾ മല്ലിപ്പൊടിയുടെ കളറ് ചെറുതായിട്ട് മാറിയിട്ട് മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഇപ്പോൾ എല്ലാ മസാലപ്പൊടികളും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ആദ്യം വെള്ളം ചേർക്കാണ്ട് ഒന്ന് അരയ്ക്കാം. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരയ്ക്കുക. ഇപ്പോൾ മസാല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫിനെ വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ചീഞ്ഞട്ടി വെച്ചിട്ടൊന്ന് ചൂടാക്കാം. ചീഞ്ഞട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർക്കാം. നമുക്കിതിലേക്ക് വേപ്പിൻ്റെ ഇല ചേർക്കാം. ഈ സവാള ഒന്ന് വഴന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ചേർക്കാം. അപ്പോൾ സവാള ഒന്ന് പതുക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. അധികം മുരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ചേർക്കാം.
ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണം മസാലയും തക്കാളിയും കൂടി ചേർക്കാം. ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. ഇത് സവാളയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് മസാല അരച്ച് വെച്ചിട്ടുണ്ട് പരട്ടിയെടുക്കണം. അപ്പോൾ ഈ ബീഫിന് അധികം വേവില്ലാത്തതാണ് ഞാനിപ്പോൾ വേവിക്കാണ്ട് നേരിട്ട് ഇതിലേക്ക് ഇടുന്നത്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. വേവിക്കാം. ഈ തക്കാളി വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ബീഫ് ഇടാം. തക്കാളി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് മൂടി വെച്ചിട്ട് ബീഫ് വേവിക്കാം. ഇടയ്ക്കൊന്ന് നമുക്ക് കറിയൊന്ന് ഇളക്കി കൊടുക്കാം. ബീഫിൽ കുറച്ച് വെള്ളം കൂടുതലുണ്ട്. ഈ ബീഫ് വെന്ത് വരുമ്പോൾ ഈ കറി ശരിക്കും വരട്ടിയ പോലെ വരും. ഈ കറി നമുക്ക് വട്ടയപ്പത്തിൻ്റെ കൂടെ വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കറിയിലുണ്ട്. ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇത് ഗ്രേവിയിൽ ചെറുതായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ചൂടോടുകൂടി കഴിക്കാം.